116 സങ്കീർത്തനം 7 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. തൻ്റെ മനസ്സിനോട് തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സേ, നീ ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ. പലപ്പോഴും മനസ്സിന് സ്വസ്ഥമായിരിക്കാൻ സാധിക്കുന്നില്ല. മനസ്സ് ഒരു കടൽ പോലെ പ്രക്ഷുബ്ധമാണ്. എല്ലാ സമയങ്ങളിലും അത് വിവിധങ്ങളായ ചിന്തകളാൽ പ്രക്ഷുബ്ധമാണ്. നാം ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലൂടെ അത് സഞ്ചരിക്കുന്നു. പലയിടങ്ങളിലൂടെ, അതിനിഷ്ടമുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് ഒരു പക്ഷെങ്കിൽ അത് വളരെ വിദൂരതയിലേക്ക് പോയെന്നിരിക്കും. നാം പാർക്കുന്നതായ സ്ഥലത്ത് നിന്ന് നമ്മുടെ മനസ്സിന് വളരെ പെട്ടെന്ന് ഏത് സ്ഥലത്തേക്കും പോകാം, ഏത് ദിക്കിലേക്കും പോകാം, ബഹിരാകാശത്തേക്ക് വേണമെങ്കിൽ പോകാം, ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒക്കെ അതിന് പോകാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ അത് കടൽ പോലെ തന്നെ പ്രക്ഷുബ്ധമാകുന്നു. ഈ മൺസൂൺ സമയങ്ങളിൽ കടൽ തീരത്ത് ചെന്ന് നിന്നാൽ ആ കടലിലെ തിരമാലകൾ എത്രമാത്രം രൗദ്രഭാവം പൂണ്ടതാണ് എന്ന് കാണുവാൻ കഴിയും. ആ തിരമാലകൾ അടിച്ചുയരുന്നത് എത്രമാത്രം ശക്തിയോടെയാണ്. ഒരുപക്ഷെ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരകൾ അടിച്ചു കയറിയിട്ട് ആ വെള്ളം ചിന്നിച്ചിതറി 4 പാടും തെറിക്കുന്നതായ കാഴ്ച. അങ്ങനെ ഒരു തിരമാല വന്ന് ഒടുങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത തിരമാല അടിച്ചു കയറുകയാണ്. ഇങ്ങനെ കടൽ എല്ലാ സമയത്തും വളരെയധികം പ്രക്ഷുബ്ധമായ ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മനസ്സ് ചില സമയങ്ങളിൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കാം. അങ്ങനെ ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു മനസ്സിനെ നോക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ മനസ്സേ, നീ ഒന്ന് സ്വസ്ഥമായിക്കാട്ടെ. നിനക്കൊന്ന് സ്വസ്ഥമായിരിക്കാൻ സാധിക്കുമോ? നീ വീണ്ടും വീണ്ടും ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ. നിനക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. നീ പലവിധ കാര്യങ്ങൾ ഓർത്ത് വല്ലാതെ നടുങ്ങുകയും ഭീതിപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് നീ ഒന്ന് ശാന്തമായിരുന്നാട്ടെ, നീ ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ. സങ്കീർത്തനക്കാരൻ തൻ്റെ മനസ്സിനോട് തന്നെ പറയുന്നത് വാസ്തവത്തിൽ നാം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ മനസ്സും ഇതുപോലെ തന്നെയാണ്. പല സമയങ്ങളിലും വളരെ പ്രക്ഷുബ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. നാം രാവിലെ എഴുന്നേൽക്കുന്നതായ സമയത്ത് ഒരു പക്ഷേ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കാം. നാം രാത്രിയിൽ കിടക്കയിലായിരിക്കുമ്പോൾ, നിദ്രയിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സ് ശാന്തമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സമയത്തും ശാന്തതയില്ലാത്തൊരനുഭവം ഉണ്ട് മനസ്സിന്. കാരണം മനസ്സിന് 3 തലങ്ങളുണ്ട്. അതിൻ്റെ ബോധമണ്ഡലമുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. അതായത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. 3 തലങ്ങൾ മനസ്സിനുണ്ട്. അതിലെ ഉപബോധ മനസ്സിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിലേക്ക് വരുമ്പോഴാണ് നാം അതിനെ സ്വപ്നങ്ങളായിട്ട് കാണുന്നത്. കഴിഞ്ഞ കാലത്ത് നാം ചെയ്തതായ കാര്യങ്ങൾ, കണ്ടതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സംസാരിച്ചതായ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോയിട്ടുള്ളത് സാവധാനത്തിൽ ബോധമണ്ഡലത്തിലേക്ക് വരികയും അത് നാം സ്വപ്നങ്ങളായി കാണുകയും ചെയ്യുന്നു. ശാസ്ത്രം മനസ്സിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഉറക്കത്തിൻ്റെ സമയത്ത് പോലും മനസ്സ് ശാന്തമായിട്ടിരിക്കുന്നത് വളരെ വിരളമാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഉറക്കത്തിനിടയിൽ പോലും മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ മനസ്സിനോട് പറയുകയാണ്, എൻ്റെ മനസ്സേ, നീ ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ, നീ ഒന്ന് ശാന്തമായിരുന്നാട്ടെ. സദൃശവാക്യങ്ങൾ 14 അധ്യായം 30 വാക്യത്തിൽ നാം വായിക്കുന്നത് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ എന്നാണ്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ജീവനും ഒക്കെ ലഭിക്കുന്നത് ശാന്തമായ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സ് സ്വസ്ഥതയില്ലാത്തൊരനുഭവത്തിലാണെങ്കിൽ ശരീരത്തിന് പോലും സൗഖ്യമില്ലാതെ വരുന്നു. അതാണ് നാം സദൃശവാക്യങ്ങളിൽ വായിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെപ്പോഴും സ്വസ്ഥത ആവശ്യമാണ്, ശാന്ത മനസ്സ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തിരുവെഴുത്ത് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 14 അധ്യായത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറയുന്നത് അതിൻ്റെ 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. മാത്രമല്ല
അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കും. ഇവിടെയൊക്കെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമല്ല എന്നുള്ളതാണ്. മിക്ക സമയത്തും അത് പ്രക്ഷുബ്ധമായിരിക്കുന്നു, സ്വസ്ഥതയില്ലാത്തതായിരിക്കുന്നു. ഇവിടെ 116-ാം സങ്കീർത്തനത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്. മനസ്സ് സ്വസ്ഥമല്ലാതെ ഇരിക്കുമ്പോൾ, എല്ലാ സമയത്തും വല്ലാതെ തകർന്നിരിക്കുന്നത് കൊണ്ട് സങ്കീർത്തനക്കാരൻ തൻ്റെ മനസ്സിനെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ മനസ്സെ നീ വീണ്ടും ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ. ഇത്രമാത്രം പ്രക്ഷുബ്ധമായ, ഇത്രമാത്രം ചിന്താകുലങ്ങൾ നിറഞ്ഞ, ചിരിക്കുന്ന സമയത്തും ഒരുപക്ഷെ ദുഃഖം അനുഭവിക്കുന്നതായ ഹൃദയത്തെ, ഈ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏക വഴി എന്താണ്? ആ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എൻ്റെ മനസ്സെ നീ ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ, നീ ഒരേ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചാട്ടെ. എന്താണത്? യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഓർമ്മ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ഒരു ചിന്ത നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് സ്വസ്ഥമാകും എന്ന് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായി ഇതിരിക്കട്ടെ. നമ്മുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമാണെങ്കിൽ, മനസ്സ് വല്ലാതെ തകർന്നതാണെങ്കിൽ, യഹോവയായ ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും ആ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് നയിക്കുവാൻ സാധിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ചിന്തകളാൽ, ഏതെങ്കിലും ചിന്താകുലങ്ങളാൽ നമ്മുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ട്, മനസ്സിൻ്റെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ട് വല്ലാതെ നാം പ്രയാസപ്പെടുന്നുവെങ്കിൽ ദൈവവചനം നമ്മോട് പറയുന്നു, യഹോവയായ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഓർക്കുക, അപ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു, അതുകൊണ്ട് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. നോക്കുക, യഹോവയായ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്. ഇവിടെ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഉപകാരം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. നിത്യമായ മരണത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ അവിടുന്ന് വിടുവിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വലിയവനായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തു. യേശുക്രിസ്തുവാകുന്ന മധ്യസ്ഥനിലൂടെ, ആ ഒരേ ഒരു മധ്യസ്ഥനിലൂടെ മാത്രം കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അങ്ങനെ നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു. ഓരോ ദിവസവും നമ്മെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ സകല പ്രയാസങ്ങളും മാറിപ്പോകുന്നു. നമ്മുടെ മനസ്സ് സ്വസ്ഥതയിലേക്ക് വരികയാണ്. നമ്മുടെ മനസ്സിൻ്റെ ചിന്താകുലങ്ങളെല്ലാം മാറിപ്പോകുന്നു. കാരണം യഹോവയായ ദൈവം, നമുക്ക് സ്വസ്ഥത നൽകുന്നവനായ ദൈവം, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം, ആ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സ് സാവധാനം സ്വസ്ഥതയിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുവാനുള്ള ഏക വഴി എന്താണ്? ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നുള്ളതായ ചിന്ത മാത്രമാണ്. മനുഷ്യർക്കൊന്നും ഇത്രമാത്രം വലിയ ഉപകാരം ചെയ്യുവാൻ സാധ്യമല്ല. മാനുഷികമായ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരങ്ങൾ ഒരുപക്ഷെ നമുക്ക് മറക്കാനാവാത്ത ഉപകാരങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ മീതെയുള്ള ഉപകാരമാണ് വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മെ താങ്ങി നടത്തുന്ന ആ കരങ്ങൾ, എല്ലാ ദിവസവും നമ്മുടെ കണ്ണുനീർ ഒപ്പുന്നതായ ആ കരങ്ങൾ, നമുക്ക് പ്രയാസം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ നമ്മെ താങ്ങി നടത്തുന്ന, നമ്മെ തലോടുന്ന, നമ്മെ രോഗത്തിൻ്റെ മധ്യത്തിൽ സൗഖ്യമാക്കുന്ന, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ആ കരങ്ങൾ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ സമയത്തും കർത്താവ് ചെയ്തതായ ഉപകാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥമാകുവാൻ സാധിക്കും. ഇന്ന് രാവിലെ ആ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കുവാനിടയാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനോട് പറയാം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക,
യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും ഈ ഒരു വലിയ ചിന്ത നമ്മെ ഭരിച്ച് സ്വസ്ഥമായ മനസ്സോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവ് ഇന്ന് രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് സ്വസ്ഥതയില്ലാതെ പലവിധ ആകുല ചിന്തകളാൽ വല്ലാതെ ഭാരപ്പെടാറുണ്ടല്ലോ കർത്താവെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലവിധ കാരണങ്ങളാൽ കർത്താവെ ഞങ്ങളുടെ മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് ഞങ്ങൾ വല്ലാതെ ചിന്താക്കുഴപ്പത്തിലായതായ സമയങ്ങളുണ്ട്. എന്നാൽ കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളോട് പറയുന്നതിനനുസരണമായി അവിടുന്ന് ഞങ്ങൾക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നുള്ളതായ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ശാന്തമായ മനസ്സിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മനസ്സ് സ്വസ്ഥമാക്കുവാൻ അവിടെ നിങ്ങളെ ഇടയാക്കണമേ. തകർന്നിരിക്കുന്ന മനസ്സിന് ജീവൻ നൽകുന്ന അവിടുത്തെ വചനം ഞങ്ങളോട് കൂടെ എല്ലാ സമയത്തും ഉള്ളതിനായി സ്വസ്ഥമായ മനസ്സോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ശാന്ത മനസ്സിൻ്റെ ഉടമകളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും നിലയിൽ കർത്താവെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ യഹോവയായ ദൈവം അവർക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ, സ്വസ്ഥമായ മനസ്സിൻ്റെ ഉടമകളായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ അങ്ങനെയുള്ളവരെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അത് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സ്വസ്ഥമായ മനസ്സ് നൽകി അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. मन